ഞാൻ എൻ്റെ ഒരു കണക്കുള്ള ഇപ്പം അനുസരിച്ചാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപയ്ക്ക് പുറത്തോളം ഉണ്ടാവണം. അഫാൻ തന്നെ മേടിച്ചാണോ? അഫാൻ വാങ്ങിച്ചതല്ല, അഫാൻ കൂടെ ഉമ്മരെ കൂടെ പോയി എന്നുള്ളതേ ഉള്ളൂ. അഫാനല്ല വാങ്ങിച്ചത്, ഉമ്മരെ കൂടെ പോയി അവൻ രണ്ടുപേരും കൂടെ ചേർന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതിലൊരു ക്ലാരിറ്റി വരാത്തിടത്തോളം കാലം ഇപ്പം വീഡിയോ വെച്ച് കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം അഫാന്റെ അമ്മ SKനോട് പ്രതികരിക്കുകയുണ്ടായി. ആ പ്രതികരണം കണ്ടപ്പം കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ അമ്മയ്ക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വന്തം മകനാണെങ്കിൽ പോലും 5 പേരെയാണ് കൊന്നിരിക്കുന്നത്. അതിൽ ഷെമിയുടെ ഇളയ മകനുമുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മൂത്ത മകനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ അതിൽ അവർക്കെതിരെ നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അല്ലേ? പക്ഷേ ഞാൻ കട്ടിൽ നിന്ന് വീണയാണ്, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു വേണം, എൻ്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കണം സാറേ എന്നൊക്കെ പറഞ്ഞ അതേ ഷെമി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വേറെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വൈകുന്നേരം ആയതോടുകൂടി അവർ പറയുന്നുണ്ട്, ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അഫാൻ ഷാൾ ഇട്ട് പുറയിൽ കൂടെ കഴുത്തിൽ മുറുക്കുന്നത്. അന്നേരം തറയിൽ വീണ അവർക്ക് ബോധമില്ലാതാകുകയാണ്. അതിനുശേഷമാണ് ഷെമി മരിച്ചെന്ന് കരുതി അഫാൻ അവിടെ നിന്ന് പോവുകയും ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തുകയും ചെയ്തത്. സോ ബോധമില്ലാത്ത സമയത്ത് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്തു എന്നുള്ള ഒരു ക്ലാരിറ്റി ആ ഷെമിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് അവർ റിക്കവർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അവർ വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് കുറച്ച് ടൈം കൊടുക്കണമെന്നാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. അവർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവട്ടെ. ഓരോ ദിവസവും ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷെമി അത് പറഞ്ഞു, ഷെമി ഇത് പറഞ്ഞു. അവസാനമായിട്ട് പറയുന്നത് അഫാൻ ചെയ്തു എന്നുള്ള രീതിയിലാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമിയുടെ മൊഴി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതിനു മുമ്പുള്ള അവസരത്തിൽ ഇന്ന് രാവിലെ അടക്കം ഷെമി പറഞ്ഞത് താൻ കട്ടിൽ നിന്ന് വീണതെന്നായിരുന്നു. അമ്മയുടെ മകനോടുള്ള സ്നേഹം, കരുതൽ, അല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാനാവാത്ത കാര്യമാണ് ഇപ്പോഴുമെന്നായിരുന്നു പിതാവ് പറഞ്ഞതൊക്കെയും. പക്ഷേ ഇപ്പോൾ അമ്മ കാര്യങ്ങൾ ഒന്നൊന്നായി വിശദീകരിക്കുകയാണോ അന്വേഷണ സംഘത്തോട്? ഗൂഗിൾ ഇതിലൊരു വ്യക്തത വരുത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ്. മാത്രവുമല്ല, ഇതുവരെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷെമി നമ്മളോട് പങ്കുവെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് ഓൺ എയർ തന്നെ, അതായത് ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ അവർ പറഞ്ഞ കാര്യം താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ്. പക്ഷേ അതൊരു അർദ്ധബോധാവസ്ഥയിലാണ്. പ്രത്യേകിച്ച് സെഡേഷൻ ഉണ്ട്. വലിയ സർജറികൾക്ക് ശേഷമാണ് ഷെമി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ മുഖവിലക്കെടുക്കാനാവില്ല എന്നുള്ള നിലപാടിലായിരുന്നു പോലീസ്. എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി കിളിമാനൂർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഷെമിയെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു. ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട്. ഈ കേസുണ്ടായി ഇത്രയും സമയം, ഇത്രയും കാലം, ഇത്രയും ദിവസം ഇതുവരെയും അങ്ങനൊരു മൊഴി ഷെമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. മാത്രവുമല്ല, ആ ഇൻസിഡന്റ് അന്നേരം നടന്ന, ആ ദിവസം നടന്ന ഇൻസിഡന്റ് ഓരോന്നോരോന്നായി ഷെമി ഇന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു. അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു മുറുക്കി. അപ്പോൾ തന്നെ ബോധം പോയി എന്ന് ഷെമി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ്, മുറിയുടെ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ഷെമിയെ ആദ്യം ആക്രമിച്ച് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച ശേഷം അഫാൻ വീട്ടിൽ നിന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോയിരുന്നു. ആ സമയത്തൊക്കെ ഷെമി അർദ്ധബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ പൂർണ്ണമായും ഷെമി ബോധരഹിതയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസുകാർ വൈകിട്ടോടെ ജനൽ തകർക്കുമ്പോൾ മാത്രമാണ് തനിക്ക് ബോധമുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഷെമി പറഞ്ഞിരിക്കുന്നു. ഒരു വഴുവഴുപ്പുള്ള വസ്തുവിൽ ചവിട്ടി വീഴുന്നത് പോലെ തനിക്കിടയ്ക്ക് തോന്നിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഷെമി, അതൊരു പക്ഷേ രക്തമായിരുന്നിരിക്കാം, ഷെമി അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് കൃത്യമാണല്ലോ, അവർ വീണു, അതിനുശേഷം അവരുടെ തല പൊട്ടിയിട്ടുണ്ടാവണം, ആ ചോരയിൽ ചവിട്ടിയായിരിക്കും അവർ തെന്നിയിട്ടുണ്ടാവുക. അപ്പം അവരങ്ങനെ അബോധാവസ്ഥയിലുള്ള സമയത്ത്, അല്ലെങ്കിൽ അതിനുശേഷം നടന്ന കാര്യങ്ങൾ അവർക്ക് അറിയാത്ത സ്ഥിതിക്ക് ഇപ്പോഴും അവർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടില്ല. അവരോട് ഇളയ മകൻ മരിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അവർക്കിതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവരെന്താണ് ഇങ്ങനെ പറയുന്നത്, മൂത്ത മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ ഇപ്പം മാറ്റി പറഞ്ഞിരിക്കുകയാണ്,
മകൻ തന്നെയാണ് തൻ്റെ പുറകിൽ നിന്ന് ഷാൾ പിടിച്ച് വലിച്ച് തറയിട്ടതെന്ന് പറയുന്നു. സോ അതുകൊണ്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കുക, അവർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവട്ടെ. അവർ വലിയൊരു ഷോക്കിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഇളയ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു, മൂത്ത മകൻ ജയിലിലായിരിക്കുന്നു, അവർക്ക് തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവർ പോകുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല ഇപ്പോഴെങ്കിലും. പിന്നെ 24 ന്യൂസിൽ SKN ഒരു വീഡിയോ എടുക്കുകയുണ്ടായി. അതിലാണ് എൻ്റെ മോനെ രക്ഷിക്കണം സാറേ, എട്ടിൽ നിന്ന് വീണതാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുകയുണ്ടായി. ആ വീഡിയോ ഇപ്പം 24 ന്യൂസിൽ കാണുന്നില്ല. യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഇല്ല. അതെന്തായാലും നന്നായി, അത് അറ്റ്ലീസ്റ്റ് പ്രൈവറ്റ് ആക്കിയോ എന്തെങ്കിലും ചെയ്തത് നന്നായി. ബിക്കോസ് കുറേ ആളുകൾ അതുമായിട്ട് വീഡിയോ ചെയ്യുകയുണ്ടായി. ചെയ്തവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവർ കണ്ടത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അവരിപ്പോൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയുന്നതല്ല പിന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക, എന്നാലേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വരത്തുള്ളൂ. എന്തായാലും 24 ന്യൂസും SKNും ഒക്കെ അഫാന്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട്. ഞാൻ പോകുന്ന വഴികളിൽ കാണാറുണ്ട്, ഓടവെള്ളം എടുത്തുകൊണ്ട് പോയി കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. സത്യമായിട്ട് പറയുകയാണ്, ഞാൻ കണ്ട കാര്യമാണ്. അവർക്കൊന്നും വീടില്ല. അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഈ കടം ഉണ്ടായത് എന്താണെന്ന് അറിയില്ല എന്ന് സ്വന്തം പിതാവ് പോലും പറയുന്നു. ഞാൻ എടുത്ത കടം 15 ലക്ഷമാണ്, അത് തിരിച്ചടയ്ക്കാൻ ഞാൻ കാശ് കൊടുത്തിരുന്നു, അതെവിടെ പോയി എന്നറിയത്തില്ല, അതെന്ത് രീതിയിൽ ഉപയോഗപ്പെടുത്തിയെന്ന് അറിയത്തില്ല. അങ്ങനെ പല കാര്യങ്ങൾ പിതാവ് പറയുന്നുണ്ട്. അങ്ങനെ വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ സമയത്ത് വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് ഈ കേസിൻ്റെ ഒക്കെ നാൾവഴികൾ നോക്കി എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട് വെച്ച് കൊടുക്കുന്നത് തെറ്റല്ല, പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ വീട് വെച്ച് കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള കുറേ ആളുകൾ ഉണ്ട്. ഇവർ നല്ല ഹൈഫൈ ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. കടമായാലും എങ്ങനെയായാലും കടമെടുത്ത് ഹൈഫൈ ലൈഫ് ജീവിക്കാൻ ഇവിടെ ആരും അവരോട് പറഞ്ഞില്ല. അവർ തന്നെ ഹൈഫൈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കടമെടുത്തു, കാര്യങ്ങളെടുത്തു. സ്വന്തം പിതാവ് കൊടുത്ത പൈസ കടമടയ്ക്കാൻ പറ്റിയില്ല. ആകാശൊക്കെ എവിടെ പോയി? അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നുള്ളത് എനിക്ക് അത്ര ശരിയായി തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അഫാന്റെ പിതാവ് ഈ പൈസ ഞാൻ അയച്ചു കൊടുത്തു, അത് കൃത്യമായി ലോൺ അടച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതുകൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. എന്നാൽ ഇത്രയും സാമ്പത്തിക ബാധ്യത വന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല, എനിക്കൊരു ഐഡിയ ഇല്ല. ഇതാണ് വന്ന് സംഭവിച്ചറിഞ്ഞു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇത്രയും ബാധ്യത ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അതുപോലെ പലിശ കടന്നു കൂടി അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പലിശ കൊടുത്തതാണെന്നാണ് പറയണത്. പലിശ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് പലിശക്കാർക്ക് കൊടുത്തതാണ് പറയണത്. എന്നാലും 23 വയസ്സുള്ള അഫാൻ എന്തിനാണ് അത്ര ചെലവെന്ന് മനസ്സിലാവുന്നത്? അപ്പം അങ്ങനെ വലിയ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അങ്ങനെ വലിയ ആഡംബരമൊന്നും നേരത്തെ ഒന്നും ഇല്ല. ഇപ്പൊ യാത്ര സമയത്ത് അങ്ങനെ ഉണ്ടായതാണെന്ന് തോന്നുന്നു. നേരത്തെ അങ്ങനെയൊന്നും ഇല്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ഒരാളായിരുന്നു. പിതാവ് കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ കാശ് അയച്ചു കൊടുത്തിരുന്നു ലോൺ അടയ്ക്കാൻ. എവിടുന്നാണ് ഇത്രയും കടം വന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാണ് വീണ്ടും പിതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതിലൊരു ക്ലാരിറ്റി വരാത്തിടത്തോളം കാലം ഇപ്പം വീട് വെച്ച് കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നീടായാലും വീട് വെച്ച് കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പിന്നീട് വീട് വെച്ച് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ കേസ് ഇങ്ങനെ നിൽക്കേ, ഇതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കാശ് അയച്ചു കൊടുത്തു, അവരെന്ത് ചെയ്തെന്ന് അറിയില്ല. ഇത്രയും കടം 75 ലക്ഷം രൂപ കടവ് ഉണ്ടെന്നാണ് പറയുന്നത്. പിതാവ് പറഞ്ഞത് 15 ലക്ഷം മാത്രമാണ് ലോൺ എടുത്തത് വീട് വെക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയെന്ന്. അങ്ങനെയാണെങ്കിൽ ബാക്കി 60 ലക്ഷം എങ്ങനെ കടമുണ്ടായി? ഇവിടെ പിതാവ് പോലും ആ ചോദ്യം ഉന്നയിക്കുകയാണ്. അതിനൊരു ക്ലാരിറ്റി പിതാവിനും ഇല്ല. എവിടുന്ന് ഇത്രയും കടമുണ്ടായി? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ബാക്കി പിതാവ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കണ്ടിട്ട് തിരിച്ചു വരാം. ജനങ്ങൾക്കിടയിൽ ഒരു മോശം, കുടുംബക്കാർക്ക് ആളുകൾ മോശം അഭിപ്രായം അവനെ കുറിച്ചില്ല. പക്ഷെ എന്തുകൊണ്ടെങ്കിലും സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല. എന്നാൽ അവൻ ലഹരിക്ക് അടിമയെന്ന് അല്ലെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എവിടെ എന്ത് പ്രശ്നം നടന്നാലും നാട്ടുകാരാവട്ടെ വീട്ടുകാരാവട്ടെ എല്ലാവരും പറയുന്നത് അവൻ നല്ലൊരു പയ്യനായിരുന്നു, അല്ലെങ്കിൽ അവൾ നല്ലൊരു മകളായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പുറത്ത് കാണുന്നതല്ല യഥാർത്ഥ ജീവിതം എന്നുള്ളത്. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്തകൾ, അവരെന്ത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതൊന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല. കൂടെ ഉള്ളവർ പോലും അടുത്ത് നിൽക്കുന്ന ആളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ വരുന്ന വാർത്തകളൊക്കെ കണ്ടു നോക്കുക, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എല്ലാവരും പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നമെന്നുള്ളത് കൂടെ ഉള്ളവർക്ക് പോലും അറിയില്ല. അല്ലെങ്കിൽ അവരെന്ത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആർക്കും അറിയില്ല. നമ്മൾ ഒരിക്കലും പുറത്ത് കാണുന്നത് വെച്ചിട്ട് ഒരാൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് തീരുമാനിക്കുകയല്ല വേണ്ടത്. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമ്മുടെ കൂടെയുള്ള ആളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരെന്ത്
മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കും. കാശിൻ്റെ കാര്യത്തിലല്ല, അവർക്ക് മാനസികമായ സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പല പല വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഈ ആളുകൾ തമ്മിലുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആരും ആരോടും സ്വന്തം മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ പറയുന്നില്ല. അല്ലെങ്കിൽ അവർ പറയുന്നതിൽ എന്തോ കുറച്ചിലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ കൂടി 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 അവസാനം ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനിൽ പോയി ചെന്ന് തീരുകയാണ് സാധിക്കുന്നത്. ഇപ്പം പ്രേമിക്കുന്ന പെണ്ണിൻ്റെ വീട്ടിൽ പോയി ആ പെണ്ണിൻ്റെ സഹോദരനെയും അപ്പനെയും ഉപദ്രവിക്കുകയും അവസാനം പെണ്ണിൻ്റെ സഹോദരൻ മരിക്കുകയുണ്ടായി. ഇവിടെയും എല്ലാവരും പറയുന്നത് ആ പയ്യൻ വളരെ നല്ലൊരു പയ്യനാണെന്നാണ്. അവരുടെ കുടുംബക്കാർക്ക് പോലും ആ പയ്യനെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇവിടെ ആ പയ്യനെ മനസ്സിലാക്കുകയും ആരെങ്കിലും ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ചിലപ്പം ആ പയ്യൻ രക്ഷപ്പെട്ടേനെ. ആ പയ്യൻ മാത്രമല്ല, 2 ജീവൻ രക്ഷപ്പെട്ടേനെ. പരസ്പരമുള്ള ബന്ധങ്ങൾ കുറയുന്നത് കാരണമാണ് ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആളുകളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും മനസ്സിലാക്കണമെന്നല്ല, നമ്മുടെ അടുത്തുള്ള കുറച്ച് ആളുകളെയും നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് വേണ്ടുന്ന മാനസികമായ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടെ അഫാന്റെ പിതാവ് പറയുന്നുണ്ട്, അതുകൂടെ കണ്ട് തിരിച്ചു വരും. ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വെളിഞ്ഞാട് ബ്രാഞ്ചിൽ അവർ ദുരിതമായി ശല്യം ചെയ്യുമായിരുന്നു. എത്ര രൂപ എടുത്തിട്ടുണ്ടാവോ? അവിടെ നിന്ന് ഞാൻ ഹൗസിംഗ് ലോണാണ് എടുത്തത്. ആദ്യം 15 ലക്ഷം രൂപ. ആ പൈസ ഞാൻ അയച്ചു കൊടുത്ത് അടച്ചു തീർത്തിട്ടില്ലായിരുന്നു അവർ. അതിക്കല്ലേ എടുത്തു? അഫാനെന്തിനാ വിളിക്കുന്നത്? അഫാനല്ലേ വിളിച്ചത്, ഭാര്യയെ വിളിച്ച് സംസാരിച്ചതാണ്. അവളെ അയച്ചു കൊടുത്തിട്ട് ബാങ്കിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അത് ആ പൈസ അടച്ചിട്ടില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ. ഇപ്പോൾ 7 വർഷമായി പുള്ളി ഇവിടെ ഇല്ല, നാട്ടിലില്ല. കടമടയ്ക്കാൻ വേണ്ടി കാശ് മൊത്തം പുള്ളി നാട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. 7 വർഷമായിട്ട് ഇവിടെ ഇല്ലാത്തത് കാരണം തന്നെ പുള്ളിക്ക് നാട്ടിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. പുള്ളി വിചാരിക്കുന്നത് കടമൊക്കെ അടച്ച് തീർത്തു എന്നുള്ളതാണ്. പിന്നെ എന്തിന് ഈ കടങ്ങളൊക്കെ വീണ്ടും എടുത്ത് 75 ലക്ഷം രൂപ വരെ ആക്കി എന്നുള്ളത് വല്ലാത്തൊരു ദുരൂഹത നിറഞ്ഞ കാര്യമാണ്. പിന്നെ ഈ പിതാവ് മാതാപിതാക്കളോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ കേൾക്കണം. അതുകൂടെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളെ ആൺമക്കളായാലും പെൺമക്കളായാലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കണം. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആവണം. നമ്മളെ കൈവിട്ട് പോകാതെ നമ്മളെ മക്കളെ സൂക്ഷിങ്ങനെ വളർത്തി. എനിക്ക് പറ്റിയത് അതാണ്. ഞാൻ 7 വർഷത്തോളം വരാൻ പറ്റാതെ അവിടെ നിന്ന് പോയതാണ്. എൻ്റെ മകൻ ഇങ്ങനെ ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ജീവിതമാർഗം തേടി പോയതാണ് ഗൾഫിലോട്ട്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ മക്കളെ വളർത്താൻ വേണ്ടി പോയതാണ്. ഇങ്ങനെ ആയി പോകുന്നുള്ള പ്രതീക്ഷ നമുക്ക് ആർക്കും ഇല്ല. എന്നാൽ നമ്മളെ മക്കളെ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക എന്നുള്ളതാണ്. ആ പിതാവിനെ പറ്റിയ കാര്യം കൃത്യമായിട്ട് പിതാവ് പറയുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക ഇൻ ദ സെൻസ് നമ്മൾ അവരെ മനസ്സിലാക്കുക, അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു സ്പേസ് കൊടുക്കുക, അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അവർ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ സാധിക്കണം, അവരൊന്നും മറച്ചു വെക്കാൻ സാധിക്കണം, അവരുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കണം. ഇതൊക്കെ പറയാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത് ഇരുന്നിരുന്ന് അത് വേറൊരു രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അവർക്ക് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഇല്ല. അവരുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് കുറച്ച് ടൈമാണ്. അത് വെച്ചുള്ള തീരുമാനങ്ങളായിരിക്കും അവർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ പോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്നും നല്ലൊരു മെന്റൽ സപ്പോർട്ട് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു തീരുമാനം അവർ എടുക്കും. അത് ഒരിക്കലും ശരിയായ തീരുമാനമായിരിക്കില്ല. അത് എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കുക. ഇനിയും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നവർ കൃത്യമായിട്ടും അവരുടെ മക്കളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ബന്ധം ഉണ്ടാവേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം നിങ്ങളിൽ നിന്ന് മക്കൾ അകന്നു പോകും. നമ്മുടെ കയ്യിൽ കുറച്ച് പൊടിമണ്ണെടുത്ത് ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? അത് മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ മക്കളെ കൂടുതൽ ഇങ്ങനെ പിടിച്ച് വെക്കും തോറും അവർ നിങ്ങളോട് ഒരു കാര്യവും പറയത്തുമില്ല. അവരുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്ന് അതൊരു പർവ്വതം പോലെയായി വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. നമ്മുടെ കേരളത്തിലെ കുറച്ച് നാൾ മുമ്പുള്ള ഒരു സാമൂഹിക അവസ്ഥ എന്ന് പറയുന്നത് പിതാക്കന്മാരെല്ലാം ഗൾഫിലായിരിക്കും, അമ്മമാരായിരിക്കും കുട്ടികളെ വളർത്തുന്നത്, അല്ലെങ്കിൽ സിംഗിൾ പേരന്റ് ആയിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ പിതാവിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ, പരിഗണന അല്ലെങ്കിൽ ഒരു ശാസന, അതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ മിസ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതിഫലനവും ആ ഒരു തലമുറയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ 20ഉം 25ഉം വയസ്സുള്ള കുട്ടികളിൽ ആ ഒരു പ്രതിഫലനം കൃത്യമായിട്ട് കാണുന്നുണ്ട്. പിതാവിൻ്റെ ശാസന, സ്നേഹം ഇതൊന്നും കിട്ടാതെയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ കുറച്ചു കാലം മുമ്പ് വരെ വളർന്നിട്ടുള്ളത്. പിതാവ് ഗൾഫിലായിരിക്കും, അവിടുന്ന് കാശ് അയച്ചു കൊടുക്കുന്ന ഒരു മെഷീൻ മാത്രമായി പിതാവ് മാറിയതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നതിന് വരെ ഗുഡ്.